viewers, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പോൾ മിസ് വന്നിട്ടുള്ള നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ടോപ്പ് 5 ക്വസ്റ്റ്യൻസുകളാണ്. ഏത് ചാപ്റ്ററിലാണോ ചോദിച്ചാൽ പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ. അപ്പോൾ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളും MCQസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഇൻസ്റ്റാ ലേണും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്പർ. ഇതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. സോ ഷുവർ ആയിട്ട് നിങ്ങൾ എല്ലാവരും യോധ ബാച്ച് ഉണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പം മിസ് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A form of matter has no fixed shape, no fixed volume. An example of this form of matter is called dash. എടാ മക്കളെ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള വോളിയോ ഇല്ല, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏതാണെന്ന് പറയാം? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെന്ന് പറയാം അല്ലേ. പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, അതിൽ ഏത് ഷേപ്പിലും പറ്റും, അതുപോലെ എവിടെ വേണമെങ്കിലും പോവാം. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ബലൂൺസിലുള്ള ബലൂൺസ് നോക്ക്, അതിന് കറക്റ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ടായിട്ടാണോ? ഏതിലാച്ചാൽ അതിന്റെ ഷേപ്പ്. ഇപ്പൊ ഗ്യാസ് എടുത്താൽ അത് ഏത് സിലിണ്ടറിൽ അടിച്ചത് അതിന്റെ ഷേപ്പ്. അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയോ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്യാസിന്റെ കേസിൽ നോ ഡെഫിനറ്റ് ആയിട്ട് മാസ് ഉണ്ട്, ഷേപ്പും ഇല്ല, വോളിയോ ഇല്ല. സോളിഡ് ആണെങ്കിലോ മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനത്തിന് മാസ് ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഷേപ്പ് ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. വോളിയോ ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. സോ സോളിഡ്. ലിക്വിഡ് ആണെങ്കിലോ മിസ് എടുക്കുന്ന ഈ സാനിറ്റൈസർ നോക്കൂ, ഇതിനകത്ത് ഇതെന്താണ്? ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഷേപ്പ് എന്താണ്? ഏത് കണ്ടെയ്നറിലെല്ലാം എടുത്തുവെച്ചാൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയോ ഉണ്ടോ? അതും ഉണ്ട്. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? അതിന് അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഗിവൺ ടു ദിസ് പിക്ചർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ പാർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ഇത് നോക്കൂ, ഇതിൽ സോളിഡ് ആയിട്ട് നല്ല അടുപ്പിച്ചിരിക്കുന്നു, മറ്റേ കുറച്ചൊരു ഗ്യാപ്പ് വന്നു അല്ലെ. ഇവിടെ ഗ്യാപ്പുകൾ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അടുപ്പിച്ച് നിൽക്കുന്നവന്മാര് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ കട്ടയായിട്ട് അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കല്ല്, സ്റ്റോണ്, പേപ്പർ, പെന്ന്, എല്ലാ സാധനങ്ങളും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ദിസ് ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് സോളിഡ് ദ പാർട്ടിക്കിൾ ആർ ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഇസ് വെരി സ്ട്രോങ്. ഇവരുടെ നമ്മൾ പാർട്ടിക്കിൾസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ദി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹോൾഡ് ദ പാർട്ടിക്കിൾ ഇൻ ഫിക്സഡ് പൊസിഷൻ ആൻഡ് പ്രിവെന്റ് ഇൻ ദ ഫോം ഓഫ് മൂവിങ് ഫ്രീലി. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ പെന്നെ വിചാരിക്കുകയാണ് ഞാനിങ്ങനെ ഒഴുകി നടക്കണം പറഞ്ഞാൽ നടക്കില്ല. കാരണം ഇതൊരു ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ദ പാർട്ടിക്കിൾ ക്യാൻ ഓൺലി മൂവ് ടു ആൻഡ് ഫ്രോ ടു ദെയർ പൊസിഷൻ. അങ്ങനെ മാത്രമേ അതിനെ ജസ്റ്റ് അങ്ങനെ മുന്നോട്ടും ഇങ്ങനെ നമ്മൾ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് ദ ടൈനി ഷുഗർ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓക്കുപൈ അവൈലബിൾ സ്പേസ് ബിറ്റ്വീൻ ദ വാട്ടർ പാർട്ടിക്കിൾസ്. ദിസ് സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇസ് നോൺ ആസ് ഇന്റർ പാർട്ടിക്കിൾ സ്പേസ്. എന്നുവെച്ചാൽ രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളുടെ ഇടയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇപ്പൊ ഷുഗർ വെള്ളത്തിൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗറിനും വാട്ടറിനും രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അവർ തമ്മിൽ എന്താണ്? ഒരു ഇന്റർ സ്പേസ് അതിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറയുന്നത്. റെഡി? ഇനി നോക്കൂ, കമ്പയർ ദ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ്. ടേക്ക് സം വാട്ടർ ആൻഡ് ഷാലോ ദ വെസൽ ആൻഡ് ട്രൈ ടു മൂവ് യുവർ ഫിംഗർ ത്രൂ ഇറ്റ്. നിങ്ങളൊരു പാത്രം എടുത്തിട്ട് വെസൽ എടുത്ത് അതിലോട്ട് ഇങ്ങനെ ഫിംഗർ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കടാ, അപ്പൊ നോക്കൂ, ദ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റിനെ പറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ടേക്ക് സം വാട്ടർ ഇൻ ദ ഷാലോ വെസൽ, ട്രൈ ടു മൂവ്. നമ്മളൊരു വെസലിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? യു ക്യാൻ മൂവ് യുവർ ഫിംഗർ ത്രൂ ദ വാട്ടർ വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ കട്ടിംഗ് പെർമനന്റ്ലി, വിച്ച് കാനോട്ട് ബി ഡൺ ഇൻ ദ കേസ് ഓഫ് ദ സോളിഡ്. സോളിഡിനെ പോലെയല്ല, വെള്ളത്തിൽ കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈയിട്ട് അണക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം വേറെ എന്തെങ്കിലും ഒരു സാധനം, ഒരു പാത്രം തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിടുക പറഞ്ഞാൽ പാത്രത്തിന്റെ പാർട്ടിക്കിൾസിലൂടെ നമുക്ക് കൈയിടാൻ എന്തായാലും പറ്റില്ല അല്ലേ. സോ വെൻ യു ട്രൈ ദിസ് യു ആർ ടെമ്പറലി ഡിസ്പ്ലേസിംഗ് വാട്ടർ. ആസ് സൂൺ യു റിമൂവ് യുവർ ഫിംഗർ ദ പൊസിഷൻ ഓഫ് ദ വാട്ടർ ഇസ് റീസ്റ്റോർഡ്. കണ്ടോ, നമ്മൾ ഇങ്ങനെ വെള്ളം വെച്ചാക്കുമ്പോൾ ആ വരുന്ന ഭാഗത്തെ വെള്ളം മാറി, പിന്നെ അടുത്തയിലോട്ട് പോകുമ്പോൾ അവിടെ വെള്ളത്തിൽ മാറ്റം വന്നു, പക്ഷെ വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് അപ്പുറത്തെ വെള്ളം ആയില്ലേ. പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴും അത് എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന് പഴയ പൊസിഷനിൽ തന്നെ നിൽക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് അല്ലേ. സോ വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആർ വെരി സ്ലൈറ്റ്ലി വീക്കർ ദാൻ സോളിഡ്. സോളിനെ പോലെ കട്ടയായിട്ട് നിൽക്കുന്നതല്ല, വെള്ളത്തിൽ സുഖമായിട്ട് നമുക്ക് കൈയിട്ട് ഇളക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താ? ഇന്റർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വീക്ക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 133 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഏതാണ്? അയണിന്റെ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എടാ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ.
ഇപ്പം നമ്മൾ ഐസ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ അത് ഉരുകി വെള്ളമാവുകയാണെങ്കിൽ അതിനെയാണ് ആ ഒരു മെൽറ്റ് ചെയ്യുന്ന ഉരുകുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. അത് ഐസിന്റെ കേസിൽ 0°C ആണ്, യൂറിയക്കാണ് 133°C, അയണ് 1538°C വേണം ഉരുകാൻ. ആ സാധനം ഭയങ്കര കട്ടിയുള്ള സാധനമല്ലേടാ, അത് അത്രയും ചൂട് കൊടുത്താലേ അത് ഉരുകുള്ളൂ എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ് ഇൻ ടു ബിക്കം എ ലിക്വിഡ് അറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം ഉരുകി ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് ആവണമെങ്കിൽ അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ജനറലി ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾ ആർ സംവാട്ട് further away from at each compared to those of solid state. നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സാധനം മെൽറ്റ് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറുകയാണെങ്കിൽ അതാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സം സോളിഡ് ഹാവ് വീക്കർ ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സോ ദെയർ മൂവിംഗ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് സ്ലോ. ചില സാധനങ്ങൾ ഇന്റർ പാർട്ടിക്കിൾസ് അവ തമ്മിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്പേസ് ഭയങ്കര പറഞ്ഞ പോലെ കുറച്ച് കമ്പാരിറ്റീവ്ലി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. എന്നാൽ അടുപ്പിച്ച് നിൽക്കുന്ന സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നത് അല്ലേ. സോ വൈൽ അതർ ഹാവ് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സമയം തന്നെ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. റെഡി? നോക്കൂ, അപ്പോൾ സം ഡെയിലി എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ വാഷിംഗ് ക്ലോത്ത് ബിക്കം ഡ്രൈ, ആഫ്റ്റർ വാഷിംഗ് വെസൽ ബിക്കം ഡ്രൈ, ഐഡന്റിഫൈ ദ ഫിനോമിന ആൻഡ് ഗീവ് എക്സ്പ്ലനേഷൻ എന്നാ പറയുന്നത്. എടാ മക്കളെ നോക്കുക, ക്ലോത്ത് ഡ്രൈ ആവുന്നതും വാഷിംഗ് വെസൽ ഡ്രൈ ആവുന്നതൊക്കെ എന്ത് റീസൺ കൊണ്ടാ? ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ടല്ലേ. എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്? ഇവാപ്പറേഷൻ നോക്കൂ, അറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ദ ഫോർമേഷൻ ഓഫ് വേപ്പർ ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ഒക്വയർസ് നോട്ട് ഓൺലി ദ സർഫസ് ബട്ട് ഓൾസോ വിത്തിൻ ദ ലിക്വിഡ്. നമ്മളൊരു ചായ തിളച്ചു എന്ന് എപ്പോഴാടാ പറയാ? നമ്മളുടെ ചായ നോർമലി ഒരു ചായ വെക്കുമ്പോൾ വെള്ളം തിളച്ചു എന്ന് എപ്പോഴാ പറയാ? വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ, നീരാവിയായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ചായ തിളച്ചു. അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ആ തിളക്കുന്ന ഒരൊറ്റ ടൈമിനെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ വാട്ടറിന്റെ കേസിൽ 100°C ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, the process is observed and bubbles formation of liquid. However, vapor formation occur not at all temperature, even below the boiling point, through the slow and not and only at the surface. The slower process is called evaporation. ഈ പറഞ്ഞ പോലെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ആൾ ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ചൂടാവുക. അപ്പം നമ്മൾ ഈ വെസലൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ പാത്രമൊക്കെ നന്നായിട്ട് കഴുകി ഇവിടെ വെക്കുമ്പോൾ അതിലത്തെ വെള്ളം വേപ്പറായിട്ട് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഡ്രൈ ആവുന്നേ. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഇവാപ്പറേഷൻ ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടിപൊളിയായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു. അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.